അപ്പോൾ മക്കളെ നമസ്കാരം. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു പുതിയൊരു കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. കൊക്കാറച്ചി, ചീര, രസം, ഇതാണ് നമ്മുടെ ലഞ്ചിനുള്ള കറി മമ്മി ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. വാ, ക്യാമറാമാൻ ഇങ്ങോട്ട് വാ. ഇവിടെ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ കത്തിക്കാം. എനിക്ക് കൈക്ക് ഇണങ്ങിയതുപോലെ ഞാൻ വലിയൊരു ഉരുളിയാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ. ഈ ചെറിയ പാത്രത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൈ ഒന്ന് ഇളക്കാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. അത് കാരണം ഞാൻ ഇത്തിരി വലിയ പാത്രമാണ്, എനിക്ക് എപ്പോഴും ഒരു വലിയ പാത്രമാണ് ഇഷ്ടം. അപ്പോൾ ഒരു വലിയ പാത്രം എടുത്ത് ഞാൻ അടപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ചീരത്തോരനാണ് ഞാൻ വെക്കാൻ പോകുന്നത് ആദ്യമേ. അപ്പോൾ ചീരത്തോരൻ എങ്ങനെയാണെന്നുള്ളത് കുറച്ച് എണ്ണ ഒഴിക്കട്ടെ. അതിൻ്റെ അകത്ത് എണ്ണയൊക്കെ കുറച്ച് മതി. അതൊന്ന് ചൂടായി വരുമ്പം നമുക്ക് 2-3 കടുക് പൊട്ടിക്കാം. അപ്പം ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കടുകിനെ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടു. അപ്പോൾ നമ്മൾ തോരന് വേണ്ട എല്ലാ സാധനവും ഞാനിവിടെ ചതച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊക്കാറച്ചിയും ഞാൻ തോരൻ വെക്കുന്നത്, ചീരയും തോരനാണ്. അപ്പോൾ അതിന് വേണ്ട 2 പേർക്കും കൂടിയുള്ള സാധനങ്ങളാണ് ഞാനിവിടെ ചതച്ച് കൂട്ടി വെച്ചിരിക്കുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി, പച്ചമുളക്, 2-3 കഷ്ണം വെളുത്തുള്ളി, ഇതാണ് ഈ ചതച്ച് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഇടാൻ പോകുന്നു. ഇത് ചീരയ്ക്കുള്ളതാണ്. അതൊന്ന് എണ്ണയുടെ അകത്ത് കിടന്നൊന്ന് മൂക്കട്ടെ. എല്ലാ ഇലയാണ്, അതുകൊണ്ട് നല്ല നമുക്ക് കരിയാപ്പല 2-3 ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ മക്കളെ. അപ്പോൾ ചീരയുടെ കൂടെ നമ്മൾ 2-3 കരിയാപ്പല ഇട്ട് ചട്ടി നല്ലപോലെ വഴുത്തിട്ടുണ്ട്. ഞാൻ തീ ഇത്തിരി കുറച്ച് വെച്ചിട്ടുണ്ട്, ഇതൊന്ന് വാടുന്നത് വരെ. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളെല്ലാവരും കൂടി കാണുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ എല്ലാവരുടെയും സുഖങ്ങളെല്ലാം അന്വേഷിക്കുന്നു. എനിക്കും സുഖമാണ്. പിന്നെ അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു. ചൂട് ഭയങ്കരമാണല്ലേ, ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് തേങ്ങ ചതച്ച് വെച്ചിട്ടുള്ളത്, ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള തേങ്ങ, കക്കാർച്ചിക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ കുറച്ചെടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇടുക. മഞ്ഞപ്പൊടി എല്ലാം ചേർത്ത് ഞാൻ ചതച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിനെ കൂടി നമുക്കൊന്ന് പച്ചമയമൊക്കെ ഒന്ന് മാറ്റി എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം മക്കളെ. ആവശ്യത്തിന് ഉപ്പ്, കൂടാനും വയ്യ, ഇതൊക്കെ ഒരു കൈക്കണക്കാണ്. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര എടുത്തിടാം മക്കളെ. ചീരയൊക്കെ കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം വെള്ളം കളഞ്ഞ് കൊട്ടനകത്ത് ഊറ്റി വെച്ച്, ഇപ്പം ചീരയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമല്ലേ, നമ്മൾ ചീരയൊക്കെ വാങ്ങിച്ച് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ കഴിക്കണം. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കഥകളൊന്നും വലുതായിട്ട് പറയുന്നില്ല. ഒരു കഥ എൻ്റെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. അത് നിങ്ങളോട് പറയാനായിട്ട് എനിക്കിങ്ങനെ ആലോചിച്ച് ഞാൻ എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ എൻ്റെ കഥയെപ്പറ്റി ഞാൻ ആലോചിക്കുന്നതാണ്. അപ്പം ഞാനത് പറയട്ടെ മക്കളെ, നിങ്ങൾക്ക് ഇപ്പോൾ അത് കേൾക്കാനൊരു ആകാംക്ഷ കാണുമല്ല. അപ്പം മക്കളെ, ഞാൻ ഒരു കഥ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ച് എല്ലാ ദിവസവും ഈ കഥയെപ്പറ്റി ഞാൻ ആലോചിക്കുവേ. എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ പറഞ്ഞ കഥയാണ്. അപ്പച്ചൻ ഇപ്പം മരിച്ചിട്ട് 10 വർഷമായി. 85 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. അപ്പോൾ എല്ലാം കൂടി ഒരു ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 100 വർഷമായിട്ടുണ്ട്. 100 വർഷത്തിനുള്ളിലുള്ളൊരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അന്നൊക്കെ നമുക്കുണ്ടല്ല ഇങ്ങനെ സ്വന്തമായിട്ട് ഭൂമിയാ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അപ്പച്ചൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടം. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരുടെ പറമ്പൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ അകത്തോട്ട് വന്ന് ഈ കുടികയറി താമസിക്കുന്നെന്ന് പറഞ്ഞതുപോലെ ആ പറമ്പിലോട്ട് വന്ന് എല്ലാവരും വീട് വെച്ച് താമസിക്കാൻ വരും. അങ്ങനെയൊക്കെ തുമ്പോളിലോട്ട് താമസിക്കാനായിട്ട് അപ്പാപ്പനൊക്കെ ആയിട്ട് അപ്പച്ചനെയൊക്കെ ആയിട്ട് കൊച്ചിലെ കൊണ്ടുവന്ന് അങ്ങനെ വലിയൊരു കുടിയാന്മാര് നമ്മൾ അല്ലേ, വലിയ മുതലാളിമാരുടെ സ്ഥലം അവിടെ കിടന്നിട്ട് അവിടെ താമസിക്കാൻ വന്നു.
അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പച്ചനൊക്കെ ചെറുപ്പമാണ്. അപ്പ മക്കളെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അപ്പാപ്പൻ ഒരു പട്ടിയെ കൊണ്ടുവന്നു. വലിയൊരു സൈസ് പട്ടി. അന്ന് ഈ വലിയ ആളുകളുടെ വീട്ടിലൊക്കെ അങ്ങനത്തെ പട്ടീനെയൊക്കെ വളർത്തുന്നത്. ഞങ്ങളുടെ അപ്പാപ്പൻ എവിടുന്നോ പോയപ്പോൾ ആരോ കൊടുത്തിട്ട് അപ്പാപ്പൻ വീട്ടിൽ വളർത്താൻ കൊണ്ടുവന്നു. പട്ടി അങ്ങ് വളർന്ന് നല്ല ഇഷ്ടംപോലെ ഇറച്ചിയും ഇതുമെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ പട്ടി അങ്ങ് നല്ല സെറ്റായി, നല്ല മുട്ടൻ പട്ടിയായി. നമുക്കിത് ചീരയൊന്ന് ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്നൊന്ന് നോക്കട്ടെ. ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് ഉപ്പ് ഏകദേശം പിടിച്ചിട്ടുണ്ടാകുന്നൊന്ന് നോക്കട്ടെ. കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചീരത്തോരനെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. കറക്റ്റായിരുന്നു, എല്ലാം കറക്റ്റ്. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല. ദേ നമ്മുടെ ചീരത്തോരൻ റെഡിയായി കഴിഞ്ഞു, എല്ലാം സെറ്റായി. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തോട്ട് മാറ്റി വെക്കാം. അതെ, ഞാൻ ചട്ടി വെച്ച് ഇനി അടുത്തത് നമ്മൾ കൊക്കറച്ചി തോരനാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൊക്കറച്ചി തോരന് വേണ്ടിയിട്ട് ഉള്ള എണ്ണ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. അതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച്, അത് ഒരുപാട് സാധനത്തിന് മൂക്കാനുണ്ട്. അപ്പോൾ ഇത്തിരി എണ്ണ 2-3 സ്പൂൺ ഇരിക്കട്ടെ. എണ്ണ എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഇടിച്ചു കൂട്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മക്കളെ നമ്മുടെ കഥയുടെ ബാക്കി ഞാൻ പറഞ്ഞില്ലല്ലോ. എണ്ണ ചൂടാകുന്ന സമയത്ത് ഞാൻ കുറച്ച് കഥയുടെ ഭാഗം പറയാം. അപ്പോൾ ഒരു വലിയ വലിയ സൈസ് പട്ടി, വീരമണി എന്നായിരുന്നു ആ പട്ടിയുടെ പേരിട്ടിരുന്നത്. അതങ്ങ് കയറി അങ്ങ് വലുതായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സിംഹക്കുട്ടിയെ പോലെയൊക്കെ അങ്ങോട്ട് നല്ല രോമവും നല്ല ഗർജിച്ചും അങ്ങോട്ട് വലുതാകാൻ തുടങ്ങിയപ്പം ഈ മുതലാളിമാർക്ക് ആ പട്ടീനെ വേണമായിരുന്നു. അവര് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആ പട്ടിയെ ചോദിപ്പിച്ച്, അവരുടെ അടിയാളന്മാരെ വിട്ട് പട്ടിയെ ചോദിപ്പിച്ചപ്പം അപ്പാപ്പനും അമ്മാമ്മയും പറഞ്ഞ് പട്ടി തരത്തില്ല. അപ്പൊ അപ്പാപ്പന്റെ അമ്മാമ്മയുടെ പട്ടിയെ തരത്തില്ലെന്ന് പറഞ്ഞപ്പോ അപ്പാപ്പന്റെ അമ്മാമ്മയുടെയും 3 മക്കളുണ്ട്. അവര് 2 ആണും 1 പെണ്ണുമായിരുന്നു. അപ്പൊ അപ്പച്ചനും ചിറ്റയൊക്കെ ഈ പട്ടിയുടെ പുറത്ത് കയറി ഇരുന്ന് ചെവിക്ക് പിടിച്ചാൽ ഇവൻ കൊണ്ടു നടക്കും കളിപ്പിക്കാനായിട്ട്. അങ്ങനെ നടക്കുന്ന കാലത്ത് ആണ് ഇവർ പട്ടിയെ ചോദിക്കാൻ അപ്പൊ പറഞ്ഞു തരത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം പിന്നെ അപ്പൊ ഇവര് ഇങ്ങനെ അന്ന് ഓട്ടോയും ഇതൊന്നും ഇല്ലല്ലോ, ഈ പല്ലക്കിന് ഇങ്ങനെ തോളെ വെച്ചാണ് ഇവരെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോകുന്നത്. അവിടുത്തെ മുതലാളിമാരെയൊക്കെ കൊണ്ടുപോകുന്നത് ഈ തോളയിൽ വെച്ച് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അവിടെ ഉള്ളവരെല്ലാം ഇങ്ങനെ നിശബ്ദതയായിട്ടിരിക്കണം. റോഡില്ല, കറണ്ടില്ല, അങ്ങനെ ഒന്നും ഇല്ലാത്ത സമയമാണ്. ഇരിക്കുന്ന സമയത്ത് അമ്മമാനെ പല്ലക്ക് വെച്ചുകൊണ്ട് പോയപ്പോൾ ഞങ്ങളുടെ പട്ടി കുരച്ചപ്പോൾ അമ്മാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത്തെ കാര്യം, അമ്മാമ്മയ്ക്ക് പട്ടിയെ ചോദിച്ചിട്ട് കൊടുത്തില്ല. പിന്നെ അമ്മാമ്മ പോയപ്പോൾ പട്ടി കുരച്ച് ഉടനെ തന്നെ അമ്മാമ്മ ഇവരോട് പറഞ്ഞ് അതിനെ വെടിവെച്ച് അങ്ങ് കൊന്നേക്കാൻ പറഞ്ഞ് ഉത്തരവിട്ട്. അങ്ങനെ അമ്മാമ്മനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി. ഇതേ കടുക് പൊട്ടി. ഞാൻ അടുത്ത സാധനം ഇതിനകത്തോട്ട് ഇടട്ടെ. അങ്ങനെ എൻ്റെ മക്കളെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഇട്ട് അത് നല്ല മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ അകത്തോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ചതച്ച് വെച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് കൊക്കറച്ചിക്ക് കൂടുതലായിട്ട് വേണ്ടത് കാരണം കുറച്ച് കൂടുതൽ ചതച്ചത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് ഇനി ഈ ചതച്ചത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ പോവുകയാണ്. ഇത് കൊക്കറച്ചി തോരനായത് കാരണം കൊച്ചു കൊക്കറച്ചിയാണ് എല്ലാവരും കൂടി. അതിൻ്റെ കൂടെ ഞാൻ തേങ്ങ ചതച്ചത് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട്. തേങ്ങ ചതച്ച് വെച്ചത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കണം. മഞ്ഞൾ മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ടുള്ളൂ. വേറെ കുറച്ച് മസാലകൾ നമുക്ക് കൊക്കറച്ചിയുടെ മസാലകൾ ചേർക്കാനുണ്ട്. അപ്പോൾ കൊക്കറച്ചി തോരന് നമ്മൾ കുരുമുളക് ചേർക്കണം. ഇത്തിരി മസാല പൊടിച്ച് വെച്ചത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കണം. ഇത്തിരിയും കൂടി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ ഇതിനെ ഒന്ന് സെറ്റാക്കി എടുക്കണം. കരിയാപ്പില ഇട്ട് എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. പച്ചമണം മാറുമ്പോൾ ഏകദേശം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കൊക്കറച്ചി നമുക്ക് കഴുകി ഊറ്റി കൊട്ടയിലാക്കി വെച്ചിരിക്കുന്ന ചെറിയ തരം കൊക്കറച്ചിയാണ്. അതിനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുടഞ്ഞിട്ട് കൊടുക്കാം. വെള്ളമെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുകയാണ്. ഇവന് വറുക്കുന്നതാണ് ഇഷ്ടം, ഇത്തിരിയും കൂടി മുഴുത്ത കൊക്കറച്ചി. അപ്പം ഇന്ന് കടയിൽ ചെന്നപ്പം അങ്ങനത്തെ കൊക്കറച്ചി കിട്ടിയില്ല, ചെറുതാണ് കിട്ടിയത്. ഇവന് നല്ല വറുത്ത് മൊരിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ അത് കിട്ടാഞ്ഞ കാരണം നമ്മൾ
കിട്ടിയതിനെ വാങ്ങിച്ച്. എന്നാലും ഒരു കൊക്കാറച്ചി വെക്കണമെന്നായിരുന്നു നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഒരു കൊക്കാറച്ചി വെക്കണമെന്നായിരുന്നു. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പ് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ഇനി നമ്മൾ ഇതിനെ നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ കഴുകി ഊറ്റി വെച്ചതാണ്. ഇനി അരപ്പുമായിട്ട് ഇവനൊന്ന് സെറ്റാകണം. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? കുറച്ച് കൈവെള്ളം തളിച്ചു കൊടുക്കണം. തളിച്ചു കൊടുത്തിട്ട് ഇത് ഒന്നാമതെ പുഴുങ്ങിയെടുത്ത് കായലിൽ നിന്ന് കൊണ്ടുവന്ന് അവർ പുഴുങ്ങിയിട്ടാണ് നമുക്ക് ഇതിനെ വിടർത്തി നമുക്ക് അവർ തരുന്നത്. പിന്നെ ഈ വലിയ കൊക്കാർച്ചിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ച് അത് അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് കൊക്കാർച്ചിക്കാർ പറയും. എന്നാലും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ തീരെ പൊടിയാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ വറയിൽ കിടന്ന് വേകാനുള്ള വേവൊക്കെ ഇതിനുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഹെവിയാകാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ അകത്ത് കിടന്ന് ഇവനൊന്ന് സെറ്റാകണം. അല്ലാതെ ഇവനെ നമുക്ക് ഒരുപാട് ഒരു വേവ് കഴിഞ്ഞ് വരുന്നു, പിന്നെ നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നു. നമ്മൾ ഇതിവനെ ഇതിൻ്റെ അകത്തോട്ടിട്ട് ഇങ്ങനെ ഇതാക്കുന്നു. ഇത്തിരി മഞ്ഞളിന് ഇത്തിരി കുറവുണ്ടെന്ന് തോന്നുന്നു കേട്ടോ മക്കളെ. ഇത്തിരി മഞ്ഞൾപ്പൊടി ഞാൻ ഇത്തിരിയും കൂടി ചേർക്കട്ടെ. ഒരു മഞ്ഞൾ കളറ് കുറവ്. എല്ലാം സൂക്ഷിച്ചൊക്കെ കണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ പോരായ്മ വരുന്നത് നമുക്ക് ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതിയല്ലോ, കൂടിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെ ഇനി ഒന്ന് അടച്ചു വെച്ച് നമ്മളൊന്ന് വേഗം വെക്കണം ഇതിനെ ഒന്ന്. എന്നാലും പിന്നെ മമ്മിയുടെ ആദ്യമുള്ള കഥ പോലെ അത്രയ്ക്കും വലിയൊരു രസമില്ലല്ലേ, ഒരു രസം തോന്നുന്നില്ലല്ലേ ഈ കഥ. ഞാൻ പറഞ്ഞിട്ട് ഒരു ഓളത്തിലങ്ങ് പോകുന്നില്ല, ഒത്തിരി ഓളം കുറവ്. ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല ഗാംഭീര്യമായിട്ടൊക്കെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പൊ പറഞ്ഞു വന്നപ്പോൾ വലിയ ഒരു ഓളം കുറവ്. അങ്ങനെ അവര് വന്ന് പട്ടീനെ വെടിവെച്ച് മക്കളെ. ലാസ്റ്റത്തെ കൂടി പറഞ്ഞു നിർത്തിയേക്കാം. ഇതിന്റെ ലാസ്റ്റ് എന്താണെന്ന് ഇപ്പൊ എൻ്റെ മക്കളെല്ലാം ഇങ്ങനെ ആലോചിച്ചിരിക്കുക. പട്ടീനെ എന്ത് ചെയ്തെന്ന് അറിയാൻ വയ്യാതെ അവർ വിഷമിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് പറയാം. ഇതൊന്ന് ഉപ്പുണ്ടാന്നൊന്ന് നോക്കട്ടെ. ഇത്തിരി ഉപ്പിട്ടിട്ട് നമ്മൾ സകല ഉപ്പുണ്ടാന്ന് നോക്കിയില്ല. ഒരു ശരിക്കും ഇത്തിരി കൂടി ഉപ്പിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ തീയിൽ എല്ലാം കൂടി തട്ടിപ്പൊത്തി ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതിനെ ഒന്ന് മൂടി വെച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നവരെ നമുക്കൊന്ന് സെറ്റാക്കാം. അപ്പോൾ അല്പനേരം 10 മിനിറ്റ് ഇവരൊന്ന് മൂടിയിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കഥയുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഒന്ന് മൂടി വെക്കട്ടെ. അങ്ങനെ എൻ്റെ മക്കളെ, പിന്നെ ഞങ്ങളുടെ അമ്മാമ്മയും അമ്മയ്ക്ക് 3 മക്കളുണ്ടല്ലോ. ഇവർ 4 പേരും കൂടി കഥ കടച്ചകത്ത് കയറി. ഈ പിന്നെ അടിയന്മാർ വന്ന് ഞങ്ങളുടെ പട്ടിയെ വെടിവെച്ച് സൗണ്ട് കേട്ട് എല്ലാവരും അകത്തിരുന്ന് കരഞ്ഞ് പട്ടിനെ അവർ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അമ്മാമ്മ ഒരു ഒലക്കയുമായിട്ട്, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇതിൻ്റെ അകത്തെ പ്രധാന കഥാപാത്രം ഇറങ്ങി വരുന്നു. ഞങ്ങളുടെ അമ്മാമ്മ അവിടെ ഇരുന്ന് ഒരു ഒലക്കയുമായിട്ട് ഇറങ്ങി വന്നിട്ട് ഈ അടിയന്മാരോട് പറഞ്ഞ് എൻ്റെ പട്ടിയെ കൊന്നു ഞങ്ങൾ സഹിച്ച്. ഇപ്പം മുതലാളിമാർ പറയുന്നത് ഇക്കാലത്ത് അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ പട്ടീനെ കുഴിച്ചിട്ടേ ഇവിടുന്ന് പോകാവുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അതൊന്നും പറ്റത്തൊന്നുമില്ല, അതൊക്കെ നിങ്ങളാണ്, ഞങ്ങൾക്ക് കൊല്ലാൻ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. ഒരെണ്ണത്തിനെ ഒരു ചോട് വെപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു അമ്മാമ്മ. എല്ലാത്തിൻ്റെയും കാലുമുട്ടടിച്ച് ഇവിടെ ഞാൻ നിരപ്പാക്കി കളയുമെന്ന് പറയും. മര്യാദയ്ക്ക് കുഴിയിനകത്തിട്ട് എൻ്റെ ഓമനിച്ച് ഞാൻ വളർത്തിയ എൻ്റെ പട്ടീനെ എടുത്തുണ്ട്, അത് നിങ്ങൾ വലിക്കാൻ പാടില്ല, അവരെ നിങ്ങൾ എടുത്തോണ്ട് പോയി ഈ കുഴിയിനകത്ത് കൊണ്ട് ഇടണമെന്ന് പറഞ്ഞ്. അമ്മാമ്മ ഒറ്റ നിലയ്ക്ക് നിന്ന് അമ്മാമ്മയുടെ ഒലക്കയും കണ്ട് പേടിച്ച് അടിയന്മാര് ഞങ്ങളുടെ പട്ടിയെ എടുത്തോണ്ട് പോയി കുഴി വെട്ടി ആ കുഴിയിൽ കൊണ്ടുപോയി എടുത്തോണ്ട് പോയി. പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് എടുത്തോണ്ട് പോയി കുഴിനകത്തിട്ട് അവർ മൂടിയിട്ട് പോയി. പിന്നെ അമ്മച്ചിയും ഈ അപ്പച്ചൻ്റെ അമ്മച്ചിയും ഈ 3 മക്കളും കൂടി കുഴിക്കലിരുന്ന് അന്ന് അവരുടെ വീട്ടിലൊരു മരിച്ച വീട് പോലെയായിരുന്നു എന്നാ പറയുന്നത്. അവർ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. എല്ലാവരും അപ്പം വരുമ്പോൾ
എല്ലാവരും കൂടി പട്ടിയുടെ കുഴിക്കയിലിരുന്ന് കരഞ്ഞും പിഴിഞ്ഞും ഒക്കെ ഇരിക്കുമ്പോഴാണ് അപ്പാപ്പൻ കയറി വന്നത്. അപ്പാപ്പനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഒന്നാമത്തെ കാര്യം നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല, അവരുടെ കുടിയാളുകളായിട്ട് താമസിക്കുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ ചെന്ന് ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അവര് വീണ്ടും പഴയതുപോലെയായിട്ട് പിന്നെ ഞങ്ങളൊക്കെ വലുതായി വന്നപ്പോൾ അപ്പച്ചനൊക്കെ കൊച്ചിലെ പറഞ്ഞ കഥ പറഞ്ഞ അമ്മമ്മയൊക്കെ ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമായി. അവരുടെ കൈവശം ഉണ്ടായിരുന്ന ആ സ്വത്തുക്കളെല്ലാം നഷ്ടമായി. പിന്നെ അവരും ഒരു സാധാരണ ആൾക്കാരെയൊക്കെ പോലെ തന്നെ ആയി. പിന്നെ എല്ലാവരുമായിട്ട് സ്നേഹമായിട്ടൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി. അങ്ങനെ ചെറുപ്പത്തിൽ പക്ഷെ ഞങ്ങൾ ആ കഥ അപ്പച്ചനന്ന് കഥയല്ല, ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. അതിങ്ങനെ പറയുമ്പം ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. ഈ ഫീലല്ല കേട്ടാ, അപ്പച്ചനൊക്കെ പറയുമ്പോൾ ഉള്ള ഫീലെന്ന് പറഞ്ഞാൽ അവരെ ഇങ്ങനെ കൊണ്ടു നടന്നതായിട്ടുള്ള ആ ഫീലോടെയാണ് പറയുന്നത്. എന്നിട്ട് ഞങ്ങളും കുത്തിയിരുന്ന് ചെറുപ്പത്തിൽ കേട്ട് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു സംഭവം പറയാനായിട്ട് എൻ്റെ മനസ്സിൽ എന്നും രാത്രി കിടക്കുമ്പോൾ ഇത് യൂട്യൂബിലൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെയേറെ ആഗ്രഹിച്ചിരുന്നു. ഇത് എത്രത്തോളം എല്ലാവർക്കും തൃപ്തിയായിട്ടുണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാനിത് കുറച്ച് നീട്ടിയും കുറുക്കിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് കുറേശ്ശെ ഇതൊന്നും അല്ല മക്കളെ പാട്. ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇത്തിരി കഷ്ടപ്പാടാണ്. ഇത് ഞാൻ ഒറ്റ ഇതിൽ നിന്ന് അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല. പോട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊക്കറച്ചി ഏകദേശം എല്ലാം സെറ്റായി. കണ്ട നോക്കിക്കേ, കൊക്കറച്ചി നമ്മുടെ തോരൻ ഇവിടെ നല്ല പോലെ തോരനായി, വെള്ളമെല്ലാം പറ്റി എല്ലാം സൂപ്പറായി. ഇനിയിപ്പോൾ നമ്മൾ ഇവനെ ഒന്ന് കൈയെടുക്കാതെ ഒന്ന് ഇത്തിരി ആ പച്ചമയം ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിയുമ്പോൾ അവൻ്റെ കാര്യം ശരിയായി. ഇതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. അപ്പൊ എല്ലാവരും ഇത് കണ്ട് കേട്ടും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, വെല്ലേട്ടനെ തരണം. എല്ലാവർക്കും കഴിയുന്നതും നിങ്ങളിത് കാണുന്നതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും ഒക്കെ ഒന്ന് കാണട്ടെ, എന്നെ ഒന്ന് കയറ്റി വിട്. നമ്മളും പാവപ്പെട്ട അമ്മച്ചിയല്ലേ, അമ്മച്ചി ഒന്ന് വൈറലാകട്ടെ. ഞാൻ റയാനുള്ള ചോറ് എടുക്കാൻ പോവാണ്. അവനുള്ള ചോറ് ഞാൻ പ്ലേറ്റിലോട്ട് എടുക്കാൻ പോകുന്നു. കുറച്ച് ചോറ്. അവന് റേഷൻ കടയിലെ കുത്തരി ചോറാണ് ഇഷ്ടം. ഞങ്ങൾക്ക് 5 കിലോന് അരി കിട്ടും. ആ 5 കിലോ അരി നിർബന്ധമായിട്ട് എന്നെ കൊണ്ട് മേടിപ്പിച്ച്, അപ്പം വേറെ കറികളൊക്കെ ഉള്ള കാരണം ഞാൻ അവന് കുറച്ച് ചോറേ കൊടുക്കത്തുള്ളൂ, അവനും കുറച്ച് ചോറേ കഴിക്കത്തുള്ളൂ. ചീരത്തോരൻ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ചീരത്തോരനെടുത്ത് ഈ സൈഡിലോട്ട് വെക്കുവാണേ. ചീരയൊക്കെ ഒരുപാട് കഴിക്കണം നമ്മൾ ഈ സമയത്ത്. ഇത്തിരി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ കൊക്കറച്ചി, ഇതിന് കൈവെള്ളാതിരിക്കാനാണ് ഞാൻ ഈ ടവലൊന്ന് പിടിച്ചേക്കട്ടെ, ഒന്ന് ഇളക്കാനായിട്ട്. ഒന്ന് ഇളക്കി കൂട്ടി മൂടി വെച്ചിരിക്കുമല്ലായിരുന്നു. കൊക്കറച്ചി എടുത്ത് നമുക്ക് ഈ സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്പെഷ്യലായിട്ട് ഇതിൻ്റെ പുറത്തോട്ട് ഒഴിക്കുന്നത് നമ്മുടെ രസം. നമ്മുടെ രസം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ടല്ല. അപ്പോൾ നമ്മുടെ രസം എടുത്ത് ഈ ചോറിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് രസത്തിൻ്റെ അകത്ത് ഒരുപാടൊന്നും ഞാൻ ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇത്തിരി വെളുത്തുള്ളിയും കുരുമുളകും ഇത്തിരി മഞ്ഞപ്പൊടിയും എല്ലാം ചേർത്ത് ഇത്തിരി കായപ്പൊടിയൊക്കെ ഇട്ട് പെട്ടെന്നുണ്ടാക്കിയ ഒരു രസമാണ്. അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അവന് വേണ്ട ചോറും കൊക്കറച്ചി തോരനും ചീരത്തോരനും രസവും കൂട്ടിയുള്ള ഊണ് റയാന് കൊടുക്കാൻ പോകുന്നു. ഇനി റയാൻ ഇത് കഴിച്ചിട്ട് വേണം ഇതിൻ്റെ കമൻറ്റുകളൊക്കെ എനിക്ക് പറഞ്ഞിട്ട് ഞാനൊന്ന് സന്തോഷിക്കാൻ. ഹായ് ഗൈസ്, അപ്പം നമ്മുടെ ലഞ്ച് റെഡി. ഇന്നത്തെ ലഞ്ച് നോക്കിയാൽ നല്ല കളർഫുൾ ലഞ്ച്. ചീരത്തോരൻ, കക്കറച്ചി തോരൻ ആൻഡ് രസം. നല്ല അടിപൊളി ലഞ്ചാണ് മമ്മി ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. രസമൊക്കെ നല്ലപോലെ മിക്സ് ചെയ്യുക. കുറച്ച് കക്കറച്ചി തോരൻ, ചെറിയ കക്കറച്ചി, വലുതൊക്കെയാണ് നമുക്ക് കക്ക ഫ്രൈ ഒക്കെ ഉണ്ടാക്കാം. കുറച്ച് ചീരത്തോരനെല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കട്ടെ. കഴിച്ചോ. നല്ല കുരുമുളകിൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ, അടിപൊളി. രസം സൂപ്പറായിരിക്കും. രസവും ആ ഒരു പുളിയും കായവും എല്ലാം കൂടെ വന്നപ്പോൾ അടിപൊളി. അപ്പം കക്കറച്ചി ആലപ്പുഴയിൽ നല്ലപോലെ കിട്ടുന്ന സാധനമാണ്. ഇപ്പം കിട്ടിയ ചെറിയ കക്കറച്ചിയാണ്. ഇനി അടുത്ത വലിയ കക്കറച്ചി ഇടുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം. അതെ, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല കിട്ടുന്ന സാധനമുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി. പിന്നെ മമ്മിയുടെ കഥ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം അത് ഞാൻ എഡിറ്റ് ചെയ്ത് റെഡിയാക്കി
ചെയ്യാം. ഭയങ്കര ആഗ്രഹം കഥ പറയാം, പക്ഷെ കുക്ക് ചെയ്യുന്നത് കഥയും കൂടെ അങ്ങോട്ട് സെറ്റ് ആകുന്നില്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഒരു ലൈവ് പോയാലോ അമ്മ നമുക്ക്? നമുക്കൊരു ലൈവ് പോവാണെങ്കിൽ എനിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്, ഒരുപാട് കഥ. അയ്യോ, ഞാൻ ആരും ബോറടിപ്പിക്കത്തില്ല. ആ ലൈവ് ഫുൾ കഥകൾ പറഞ്ഞ് ഒരുപാട്. അയ്യോ, ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ പറഞ്ഞതൊന്നും അല്ല, ഇനി ഒത്തിരി എന്റെ കയ്യിലുണ്ട് കേട്ടാ. കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ട്. ഷോർട്ട് ആക്കിയിട്ടുള്ള കഥകളൊക്കെ വരാം, പിന്നെ ലൈവ് ഒക്കെ ഒന്നും വലിയ കഥകളൊക്കെ പറയാം. ഒരു സ്റ്റോറി ടെല്ലർ ആണ് എന്റെ മമ്മി. അതെ, ഞാനൊരു സ്റ്റോറിയാണ്. എന്റെ തോളെ വെച്ചോണ്ട് നടന്നപ്പോ മുതലുള്ള കഥകൾ എനിക്ക് പറയാൻ കിടക്കുന്നു. അപ്പം മൈൻഡപ്പ് ചെയ്താലോ? മൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ ലഞ്ച് എന്താണെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതെ, ഓക്കെ, ബൈ.